ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളികളുടെ സ്വന്തം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് തുടരുമെന്ന സിനിമയുടെ 25 ദിവസങ്ങൾ ഇന്നത്തോടെ പൂർത്തിയാക്കുകയാണ്. വളരെ മികച്ച കളക്ഷൻ 25ാം ദിവസവും കേരളത്തിൽ ഉൾപ്പെടെ നേടിയെടുത്ത സിനിമയുടെ തമിഴ്നാട്ടിലെ തമിഴ് ഡബ് കളക്ഷൻ ഇപ്പോഴത്തെ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഒരാഴ്ച കൊണ്ട് തമിഴ് ഡബ് മാത്രം 1,20,00,000 കളക്ഷനാണ് തമിഴ്നാട്ടിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. സിനിമ മികച്ച കളക്ഷൻ തന്നെ തമിഴ് ഡബിൽ നേടിയെടുത്തിരിക്കുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. സിനിമയുടെ ആകെ തമിഴ്നാട് ഗ്രോസ് മലയാളം തമിഴ് പതിപ്പുകളിലൂടെ മാത്രം 5 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ പിന്നിട്ട വിവരം ഇന്നലെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. 200 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ തുടരും കടന്നപ്പോൾ തന്നെ ഒരുപാട് പ്രേക്ഷക മനസ്സുകളിലെ പ്രധാന ചോദ്യമായിരുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ അടുത്ത ലക്ഷ്യമായ മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് തുടരും മറികടക്കുമോ എന്ന്. ഇപ്പോഴത്തെ 225 കോടിക്ക് അടുത്തേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തി നിൽക്കുകയാണ്. ഇനി ഏകദേശം 16-17 കോടി കളക്ഷനും കൂടി നേടിയെടുക്കണം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയ 241 കോടിയിൽ പരം കളക്ഷൻ മറികടക്കാനായിട്ട്. മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ മറികടക്കുമോ എന്ന് നമ്മോട് ചോദിച്ചാൽ നിലവിൽ സാധ്യത കുറവാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് മുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ കേരളത്തിന് പുറത്തു നിന്ന് കാര്യമായ കളക്ഷൻ ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത തുടരുമെന്ന സിനിമ ഒരു 230-235 കോടി റേഞ്ചിൽ ഫൈനൽ കളക്ഷൻ നേടിയെടുത്ത റൺ അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതലായിട്ട് കാണുന്നത്. ഈ ആഴ്ച പുതിയ സിനിമകൾ എത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും 1 കോടിയിലധികം കളക്ഷൻ ഉണ്ടെങ്കിലും തുടരുമെന്ന സിനിമയുടെ സ്ക്രീൻ കൗണ്ടെല്ലാം തന്നെ ഇനിയും കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും വ്യാഴാഴ്ച റിലീസ് ഇല്ലാത്തതും തുടക്കത്തിൽ വൈഡ് റിലീസ് ലഭ്യമാകാത്തതിന്റെ കുറവ് ഇപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വ്യാഴാഴ്ച റിലീസ് ലഭ്യമായിരുന്നെങ്കിൽ മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ കളക്ഷൻ ഇപ്പോൾ തുടരും മറികടക്കേണ്ട സമയമെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. തുടരും സിനിമയെ സംബന്ധിച്ച് തുടക്കം മുതൽ മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ കളക്ഷൻ ആയിരുന്നില്ല ലക്ഷ്യം. കേരള ബോക്സ് ഓഫീസിൽ അയച്ചായിരുന്നു. ആ നേട്ടത്തിലേക്ക് തുടരും നേരത്തെ തന്നെ എത്തപ്പെട്ട് കഴിഞ്ഞതാണ്. മഞ്ഞുമൽ ബോയ്സിനെ ലാലേട്ടന്റെ തന്നെ മറ്റൊരു സിനിമ ഈ വർഷം മറികടന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടനെ സംബന്ധിച്ച് ആകെ മൊത്തത്തിൽ നേട്ടം തന്നെയാണ്. ഇനി തുടരും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എവിടെ എത്തി നിൽക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള കണക്കുകൾ കേട്ട്.